ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലെ ദോഹയിലുള്ള ദോഹ ഹാർബറിലാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അവിടെയാണ് നമ്മുടെ ഖത്തർ മ്യൂസിയമൊക്കെ വരുന്നത്. ഇപ്പം സമയം ഇപ്പോൾ ഏകദേശം 2 മണിയായി. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കണ്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അല്ലാതെ ഷോപ്പിനൊന്നും വേണ്ടിയിട്ടല്ല, ആരും അങ്ങനെ വിചാരിക്കണ്ട. നമ്മളിപ്പം ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം കിടക്കുന്നുണ്ട്. മിന്നായം പോലെ കാണിച്ചിട്ട് നമ്മൾ മുമ്പിൽ കണ്ടോ ഒരു വലിയൊരു പ്രതിമ. ഇത്ര ദൂരത്തുനിന്ന് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ പറയുക, ഇത്ര ദൂരത്തുനിന്നേ നല്ല വലിപ്പത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അതിൻ്റെ വലിപ്പം എന്നുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് മാത്രമല്ല, നമ്മൾ പല വിശേഷങ്ങളും ഈ എപ്പിസോഡിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് പോയിട്ട് നോക്കാം. നല്ലൊരു ലൊക്കേഷനാണ്. ഈ സൈഡ് മുഴുവനും ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം സമയം 1:30-2 മണി ആയതുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാതെ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിറച്ചും ആൾക്കാരായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന ഒരു സംഭവം. ഞാനൊരു കറക്റ്റ് ഒരു ഫ്രെയിം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പറല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കാവ്സ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു പേര്. മീൻസ് ഇത് ഉണ്ടാക്കിയ ശില്പിൻ്റെ പേര് നോക്കട്ടെ. ഓക്കെ, ഇത് ഉണ്ടാക്കിയ ശില്പിൻ്റെ പേര് ബ്രയാൻ ഡോൺ എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന കാവ്സ് എന്നാണ്. അപ്പോൾ കാവ്സ് ഇൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ കാവ്സ് ഖത്തറിൽ ഹോളിഡേ ആഘോഷിക്കാൻ വന്ന് കണ്ടോ, തലയിൽ ഇതിപ്പോൾ ഈ 3 വിരലുകളാണ് ഇതിൻ്റെ കൈയാണ്. അപ്പം തലയിൽ കൈ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ, അവിടെ ഇങ്ങനെ ഒരു പിന്നെ ഹോളിഡേ ആഘോഷിക്കാൻ വന്ന ഒരു കൗ, ആ ഒരു ഇതിലാണ് ഇതിൻ്റെ ഒരു തീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് പോയി നോക്കാം. അവിടെയൊക്കെ പോയാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഇത് കാലാണ്, ഈ കിടക്കുന്നത് ഇതിൻ്റെ ഒരു കാലാണ്. പിന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫുള്ളും വേലി വെച്ചിട്ട് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കടൽക്കരയിലായിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. ഒരുപാട് അത്ഭുതമുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഈ ഒരു സാധനത്തിന്. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ പറയാം, ഇത് ശരിക്കും ഇവിടെയല്ല, ലോകം മുഴുവനും ഈ ഒരു പ്രതിമ അല്ലെങ്കിൽ ഈ ഒരു കാവ്സിൻ്റെ ഇതുപോലുള്ള സ്റ്റാച്യൂകൾ വേൾഡ് മുഴുവനും സഞ്ചരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഹോങ്കോങ്ങിലായിക്കോട്ടെ, അമേരിക്കക്കാരൻ കേട്ടോ. അപ്പം ലോകത്തുള്ള പല ഭാഗങ്ങളിലും ഇത് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിൽ വന്നിട്ടുള്ളത്. ഖത്തറിലെ ആൾക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം അങ്ങനെ ഇവിടെ വന്നു. കൗസ് അങ്ങനെ ഖത്തറിൽ വന്നു ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഈ ഒരു പിന്നെ പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഹാർബറിൽ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഗസ്റ്റുകൾക്കൊക്കെ വന്ന് പോകാം. ഗസ്റ്റുകൾക്കൊക്കെ വന്ന് ഇവിടെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് ഫോട്ടോസ് എടുക്കാം. വേൾഡ് വൈഡ് ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭാഗ്യം കിട്ടി. കാരണം ഖത്തറിൽ വന്നപ്പം ഖത്തറിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഏകദേശം 40 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന്. കാണുന്ന പോലെയല്ല, ഈ 2 മനുഷ്യന്മാരും ഇതും കൂടി കണ്ടാൽ മനസ്സിലാവും. 40 മീറ്ററോളം ഇതിന് ഹൈറ്റ് ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ തലഭാഗത്ത് പോയി നോക്കാം. ഹലോ, കേട്ടോ, നമ്മളിപ്പോൾ തലഭാഗത്തുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കളർ ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ കൈയുടെ വിരല. അത് പിന്നെ സോക്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ എയർ അടിച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു ഫ്രെയിമാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഖത്തറിൽ വന്ന കാവ്സ് ഇവിടെ ഇങ്ങനെ മലന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുന്നു. അതാണ് ഇവരുടെ തീം. ഇതിപ്പം ഇവിടെ ഈ ഒരു ഹാർബറിലല്ലാതെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, നമ്മുടെ ഖത്തർ എയർപോർട്ടിനകത്തും ഇതിൻ്റെ വേറൊരു പ്രതിമയുണ്ട്, സ്റ്റാച്യു ഉണ്ട്. അതുപോലെ ഇവിടെ മ്യൂസിയത്തിൻ്റെ പുറത്തും ചെറുതായിട്ടൊന്നും കേട്ടോ. ഇതാണ് ഖത്തറിലെ മെയിനായിട്ട്. പിന്നെ അധികം ഉണ്ടാവില്ല, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തിട്ടും കറക്റ്റായിട്ട് ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയപ്പം കറക്റ്റ് എത്ര ദിവസം ഉണ്ടാവുമെന്ന് എവിടെയും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇഷ്ടപ്പെട്ടില്ല. ഇത് ഹാർബറിലാണ് ഞാൻ പറഞ്ഞ പോലെ. ഇതൊക്കെ ശരിക്കും ഈ ടൂറിസ്റ്റുകൾക്കും അതുപോലെ മീൻപിടുത്ത ആവശ്യത്തിനൊക്കെ പോകുന്ന ബോട്ടുകൾ കേട്ടോ.
ഇവിടെയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട്. നല്ല പീസ്ഫുൾ ഏരിയ. കാരണം വലത്ത് സൈഡ് ഇവിടെ ഈ ഒരു പ്രതിമ, അതുപോലെ അവിടെ എന്താ പറയുക മ്യൂസിയം, പിന്നെ നല്ല തണുത്ത കാറ്റ്. ഇപ്പം 2 മണിയാണ്, പക്ഷേ നവംബർ ഡിസംബർ കാലാവസ്ഥയായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഈവനിങ് നടക്കാൻ. ബോട്ടുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. അങ്ങേ തലവരെ പോയാലും ഈ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വന്നത് നമ്മുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. കണ്ടോ, ചെറിയൊരു കുഞ്ഞിത്തല കണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ചാട്ടോ. ഓപ്പോസിറ്റ് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, നല്ല സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ആൾക്കാർ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കും. ഞാനും നല്ലൊരു കിടിലം ഫോട്ടോസ് എടുത്തു. കാരണം അതിൻ്റെ ആ ഒരു കോർണറിൽ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് വേറെന്തോ ഒരു പേരുണ്ട് അതിനൊരു ഡിസൈൻ അനുസരിച്ചിട്ട്. അതുകൊണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരും, വൈകുന്നേരങ്ങളിൽ ഇരിക്കാം. ഓപ്പോസിറ്റ് സ്ട്രൈറ്റ് കാണുന്നതാണ് ഖത്തർ പാർലമെൻറ്റ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. കടലാണ്, ഗൾഫ് എന്ന് വെച്ചാൽ കടലാണ്. അപ്പോൾ ആ കടലിനെ ഇവർ നല്ല പോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് കടലുമായി ബന്ധപ്പെട്ട ടൂറിസമാണ് മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ നമ്മുടെ മരുഭൂമി ഉണ്ട് കേട്ടോ. ഇതേ നിങ്ങൾ ഈ ഫ്രെയിം നോക്കിയാൽ പലരും നല്ല കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച ഇത്. കുറച്ച് സെക്കൻഡെങ്കിലും ആ സൗണ്ട് ഇട്ടിട്ട് തോന്നി. ഇങ്ങനെ കളകള ശബ്ദം, പിന്നെ വെള്ളവും പിന്നെ ഫ്രെയിമും കാറ്റും. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ആകാശവും. നമ്മുടെ ജീവിതത്തിൽ ട്രാവൽ ചെയ്യണം, ഒരുപാട് ട്രാവൽ ചെയ്യണം. കാഴ്ചകൾ മാത്രമല്ല, അറിവുകൾ നമുക്ക് ഒരുപാട് നേടാനുണ്ട്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് 2 നില വീടോ അല്ലെങ്കിൽ എൻ്റെ വീടിന് മുറ്റത്തൊരു ലംബോർഗിനി കാറോ, എൻ്റെ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഒന്നുമില്ല. 2500 രൂപയാണ് എൻ്റെ ബാങ്ക് ബാലൻസ് കേട്ടോ. സത്യം, ഒരു 3000 രൂപയിൽ ഞാൻ ഇന്ന് വീട്ടിൽ ഉപ്പാക്ക് അയച്ചു കൊടുത്തിട്ട് 2500 രൂപ എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ ഉള്ളതാണ്. പിന്നെ ഒന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. ചെറുപ്പത്തിലേ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് സാധിച്ചു. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ചിന്തിക്കേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ നിങ്ങൾ എന്ന രീതിയിലാണ് നിങ്ങളും ചിന്തിക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ കുറ്റം പറയാൻ നിൽക്കില്ല. വേറെന്താ പറയുക, വേറൊന്നും പറയല്ല. ഇനിയിപ്പോൾ നാളെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ബനാന ഐലൻഡിലേക്കാണ്. ഈ എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡാണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെടുകയുണ്ടായി, ഒരു ബൈക്ക് അടിച്ചിട്ട്. നിങ്ങളറിയാം, 1ാമത്തെ എപ്പിസോഡിൽ അവൻ എൻ്റെ കൂടെ, മിഥുന്നാണ് പേര്. ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ണൂർ ടു ബാംഗ്ലൂർ വീഡിയോയിൽ ഒരു CBR എടുത്തിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടെന്ന് ഞാൻ ഷോക്കായതുകൊണ്ട് ഇന്നലെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. കുറച്ച് ഷോക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലെ സുഹൃത്തല്ല, അതുകൊണ്ടാണ്. അപ്പം ഇനി ഏതായാലും ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരുന്നു ഈ എപ്പിസോഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം വേറൊന്നും പറയല്ല, എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് നമ്മൾ ഒമാനിലേക്ക് പോകുന്നത്. നന്ദി കേട്ടോ ഒരുപാട് ആൾക്കാർ. കാരണം നിങ്ങളൊക്കെ കൂടി എൻ്റെ ജീവിതം മാറ്റി മറിച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.